പാർക്കോഴ ആരോപണത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്. മാർച്ചിൽ സംഘർഷമുണ്ടായി. എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അഴിമതി പരിശോധിക്കണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്കൊപ്പം ടൂറിസം വകുപ്പ് മന്ത്രിക്കും പങ്കുണ്ടെന്നും രണ്ടു മന്ത്രിമാരും രാജിവെക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചായിരുന്നു നിയമസഭയിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ചിൽ സംഘർഷമുണ്ടായി. ഈ സംസ്ഥാനത്തിനകത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിനെ ഇതുപോലെ അഴിമതിക്കാര് വരുമ്പോ കടത്തിവിടുവാൻ വേണ്ടിയിട്ടുള്ള നോക്കുകുത്തിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ സംസ്ഥാന സർക്കാർ മറുപടി പറയണം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. നിരവധി തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. എക്സൈസ് വകുപ്പ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അബ്കാരി പോളിസിയിൽ മാറ്റം വരുത്തുന്നത് ടൂറിസം വകുപ്പാണ് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവാണ്. മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണം. വിപുലമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. അഴിമതി നടത്തിയവന് പകരം അത് പുറത്തു പറഞ്ഞവനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. 1 കോടി രൂപയുടെ ആരോപണം മാണി സാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത പുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ, കൈയടിച്ചവർ, ബഹളം വെച്ചവർ, കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചവർ, 500 രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാർ ഉൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു, ഈ 2 മന്ത്രിമാരിൽ ആരാണിത് കാത്തിരിക്കുന്നത്? അതല്ല, അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം. തകർത്ത ബാരിക്കേഡുമായി പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വീണ്ടും പോലീസിന് നേരെ തിരിഞ്ഞു. ബാർക്കോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. മന്ത്രിമാർ രാജിവെച്ചതിനു ശേഷം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ കാൽനടയാത്രക്കാരി സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. നടപ്പാതകൾ മോശം അവസ്ഥയിലാണെന്ന് കോടതി പരാമർശിച്ചു. ഓടയിൽ കാൽ കുടുങ്ങിയ സ്ത്രീ രക്ഷപ്പെട്ടത് ദൈവാധീനം കൊണ്ടെന്നും ജസ്റ്റിസ്